ഹായ് ഹലോ, പ്രീതാസ് വേൾഡിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നുവെന്ന് കരുതുന്നു. ഞാൻ ആകെ ക്ഷീണിച്ച് വന്നിരിക്കും. അഗസ്ത്യക്കോട്ട് അമ്പലത്തിൽ ശിവരാത്രി ഉത്സവം നടക്കുക. ശിവരാത്രിയുടെ അന്നാണ് ഉത്സവം. ഇപ്പോൾ സപ്താഹം നടക്കുന്നുണ്ട്. അങ്ങനെ 10 ദിവസത്തെ ഉത്സവമാണ്, കൊടിയേറ്റ് ഉത്സവമാണ് 10 ദിവസത്തെ. അങ്ങനെ ഇപ്പോൾ രാവിലെ പോയി കുറച്ച് നേരം സപ്താഹമൊക്കെ കേട്ട് അവിടുത്തെ പൂജയൊക്കെ കണ്ട് തിരിച്ചു വന്നതാണ്. ഭയങ്കര ജനമാണ്. അന്നദാനമൊക്കെ ഭയങ്കര ഒരുപാട് ജനങ്ങൾ വന്നങ്ങ് ഭയങ്കര 3-4 കൗണ്ടറുകളിലായിട്ട് വിളമ്പുന്നുണ്ട്. എങ്കിലും ഭയങ്കര തിരക്കായിരുന്നു. പിന്നെ ഇന്ന് ശ്രീഭൂത ബലി കൂടെ ഉള്ളതുകൊണ്ട് ഒരുപാട് താമസിച്ചാണ് തുടങ്ങിയത് അന്നദാനം. അങ്ങനെ അവിടുത്തെ ഒരു തിരക്കിലും തിക്കിലുമൊക്കെ പെട്ട് അന്നദാനമൊക്കെ കഴിച്ച് തിരിച്ചു വന്നതാണ്. കുറച്ച് വീഡിയോ ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. ഞാനിതിൻ്റെ കൂടെ അതുകൂടെ ആഡ് ചെയ്ത് ഇടാം. ശിവരാത്രിയുടെ പിന്നെ ശിവരാത്രിക്ക് പോകുമ്പോൾ ഇടാം. ഇത് ഇന്ന് പോയിട്ട് ഇന്ന് കണ്ട കാഴ്ചകളെല്ലാം കൂടെ ഞാൻ കുറച്ച് വീഡിയോ എടുത്തിട്ടുണ്ട്. കുറച്ച് സപ്താഹം നല്ല രസമായിരുന്നു കേൾക്കാൻ. കുറച്ച് ഉച്ചവരെ കേട്ടു. അതിൻ്റെ പ്രാർത്ഥനകളിലൊക്കെ പങ്കെടുത്തു. ഇന്ന് ഗോവിന്ദ പട്ടാഭിഷേകമായിരുന്നു. അങ്ങനെ ഭഗവാനെ അഭിഷേകം, പാല്, തൈര്, തേന്, അങ്ങനെ കരിക്കും വെള്ളം എല്ലാം കൂടെ അതിൽ ഓരോന്നിനും അഭിഷേകം ഉണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം കണ്ട് തൊഴുവാനൊക്കെ പറ്റി. അതുപോലെ നവഗ്രഹ പൂജ ഉണ്ടായിരുന്നു, അത് കണ്ടു, എല്ലാം കണ്ട് തൊഴുതു. അതുപോലെ ശ്രീഭൂതബലി എല്ലാം കണ്ടിട്ട് തിരിച്ച് വീട്ടിൽ വന്നതാണ്. നല്ല ചൂടായിരുന്നു. ആകെപ്പാടെ അലഞ്ഞ് തിരിഞ്ഞ് ഇവിടെ വന്നിരിക്കുകയാണ്. എന്നാലും ഭഗവാന്റെ അന്നദാനമൊക്കെ കഴിക്കാനുള്ള ഭാഗ്യം ഉണ്ടായി. പൂജകളിലൊക്കെ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷം. അങ്ങനെ വന്നിട്ടിരിക്കുന്ന രംഗമാണ് നിങ്ങൾ കാണുന്നത്. ഇനി ഇതിൻ്റെ കൂടെ ഞാൻ അഗസ്ത്യക്കോട്ട് അമ്പലത്തിൽ കണ്ട കാഴ്ചകളും കൂടെ ആഡ് ചെയ്യുന്നതായിരിക്കും. പ്രവർത്തകരുടെ നൈവേദ്യമൊക്കെ പാക്ക് ചെയ്ത് തരുന്നുണ്ട്. അത് അന്നദാനമൊക്കെ കഴിച്ചിട്ട് വന്ന് വാങ്ങിയാൽ മതി. പായസം അപ്പം അതിൻ്റെ നൈവേദ്യമൊക്കെ എല്ലാവരും വാങ്ങി. ഇത് വൈകിട്ട് വിദ്യാഗോപാല പൂജ ഉണ്ടായിരിക്കും. അതിന് കുട്ടികളെ പങ്കെടുപ്പിക്കാൻ ആഗ്രഹിക്കുന്നവർ 5 മണിയോടുകൂടി കുട്ടികളുമായിട്ട് ചേരുക. ഒരു നിലവിളക്ക്, 2 ദോശനില, അതിന് ആവശ്യമായ പുസ്തകങ്ങളോട് എത്തിച്ചേരുക. വിദ്യാഗോപാല പൂജ ഉണ്ടായിരിക്കുന്നതാണ്. കുട്ടികളുടെ വിദ്യാഭ്യാസ പുരോഗതിക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ് വിദ്യാഗോപാല പൂജ. അതിന് എല്ലാ ആൺകുട്ടികളെയും പെൺകുട്ടികളെയും പങ്കെടുപ്പിക്കാൻ രക്ഷകർത്താക്കൾക്ക് സാധിക്കും എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. കോമളം കൂജയൻ വേണു ശ്യാമളോയം കുമാരക വേദവേദ്യം വരം ബ്രഹ്മ ഭാസദാ പുരദോ മമ ജേതി ജേതി മായാം യസ്യ ഗായാദവസ്തി ഭജനരജനമേകം കേവലം ശാകലസ്യ ധ്രുവപദമപി യാദോ അത്കൃപാദോ ധ്രുവോയം സകലകുശലപാത്രം ബ്രഹ്മപുത്രം നദാസ്മി. ബ്രഹ്മപുത്രം നദാസ്മി. അങ്ങനെ പൂജകൾക്കെല്ലാം ശേഷം ഭഗവാന്റെ അഭിഷേകം ഉണ്ടായിരുന്നു. ഇന്ന് ഗോവിന്ദ പട്ടാഭിഷേകം നടക്കുന്ന ദിവസമായിരുന്നു. ഭഗവാന്റെ അഭിഷേകം, പാല്, തൈര്, അതുപോലെ കരിക്കിൻ വെള്ളം എല്ലാം കൊണ്ടുള്ള അഭിഷേകം ഉണ്ടായിരുന്നു. അങ്ങനെ പൂജകളൊക്കെ കണ്ട് ഭഗവാന്റെ അഭിഷേകമൊക്കെ കണ്ട് പ്രസാദമൊക്കെ കിട്ടി. അതിനുശേഷം ഞങ്ങൾ അന്നദാനം കഴിക്കാനായിട്ട് വന്നതാണ്. ഇന്ന് ശ്രീഭൂതബലി ഉള്ളതുകൊണ്ട് സാധാരണ 12 മണിക്ക് അന്നദാനം കൊടുത്തു തുടങ്ങുന്നതാണ്. ഇന്ന് 1:30 മണിയായി കൊടുത്തു തുടങ്ങിയപ്പോൾ അതുപോലെ ഭയങ്കര ജനത്തിരക്കുമായിരുന്നു. അങ്ങനെ ഞങ്ങളും ആ ക്യൂവിലൊക്കെ കയറി നിന്ന് അന്നദാനം വാങ്ങിക്കൊണ്ട് വന്നു. ഏകദേശം ഒരു 3 മണിയായി അന്നദാനം കിട്ടിയപ്പോൾ അങ്ങനെ അന്നദാനം കഴിക്കുന്നതാണ് കാണുന്നത്. അങ്ങനെ ഇന്നത്തെ ദിവസം വളരെ സംതൃപ്തിയോടെ ഭഗവാന്റെ പൂജകളിലൊക്കെ പങ്കെടുത്ത് തിരിച്ച് വീട്ടിലേക്ക് വന്നു.